ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോസ് പീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള നെക്കാണ്. ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ട് മുറിച്ചെടുക്കുക. റൗണ്ട് ആയിട്ടുള്ള നെക്കിലാണ് നമ്മൾ ക്രോസ് പീസ് ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ ഫാബ്രിക്കിന്റെ നല്ല വശവും അതുപോലെ തന്നെ ക്രോസ് പീസിന്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ വളരെ നല്ല രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കർവിന്റെ ഭാഗങ്ങളിലൊക്കെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ലൈനിങ് ഇല്ലാതെ നമ്മൾ തയ്ക്കുന്ന ഏത് ഡ്രസ് മെറ്റീരിയലും നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ചുകൊണ്ട് നെക്ക് നല്ല ഭംഗിയോടെ ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോ ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ഡ്രസ്സിന്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് ആ ഡ്രസ്സിന്റെ നെക്ക് തന്നെയാണ്. അത് നല്ല ഫിനിഷിങ്ങോടെ കിട്ടാൻ നമ്മൾ അതിനനുസരിച്ച് തന്നെ അടിച്ചെടുക്കേണ്ടതുണ്ട്. മെഷർമെന്റ് എടുക്കുന്നതിന് മുന്നേയും തയ്ച്ചെടുക്കുന്നതിന് മുന്നേയുമായി നമ്മൾ അയൺ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. തയ്ച്ചെടുത്ത ഈ ഭാഗം മെയിൻ ഫാബ്രിക്കിൽ തട്ടാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ കത്രിക യൂസ് ചെയ്യാൻ മറക്കരുത്. ഇതാവുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും നമുക്ക് അതിന്റെ അളവ് മനസ്സിലാവുകയും ചെയ്യും. കുറച്ച് ചരിച്ച രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തതിനു ശേഷം ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചെടുത്ത് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യുക. ഇനി അടിച്ചെടുത്ത തയ്യൽ തുമ്പും ക്രോസ് പീസിലേക്ക് ആവും വിധം നമ്മൾ മെല്ലെ അടിച്ചെടുക്കണം. സ്റ്റിച്ച് മെയിൻ ഫാബ്രിക്കിൽ വരാതെ വേണം തയ്ച്ചെടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രോസ് പീസ് നന്നായി ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് സാധ്യമാവും. നമ്മുടെ നല്ല ഭാഗത്തേക്ക് അത് കാണുകയുമില്ല. കംപ്ലീറ്റ് ഇതുപോലെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വൃത്തിയോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനിയുള്ള പീസിനെ നമ്മൾ മെല്ലെ അകത്തേക്ക് മടക്കിയതിനു ശേഷം മെല്ലെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. 1.25 ഇഞ്ച് എടുത്തതിനാൽ തന്നെ ഉള്ളിലേക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ മടക്കാൻ ശ്രമിക്കുക. കർവ് വരുന്ന ഭാഗത്തൊക്കെ സൂചി കുത്തി നിർത്തി തന്നെ വളരെ സ്ലോ ആയിട്ട് അടിച്ചെടുക്കുക. ചുളുക്കില്ലാതെ വരാൻ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് പിടിക്കണം. ഫാബ്രിക്കിന്റെ റോങ് സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. അതിനാൽ അടിനൂൽ വരുന്നത് നമ്മുടെ നല്ല ഭാഗത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കുക. നമ്മുടെ നല്ല ഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ ചുളുക്കില്ലാതെ തന്നെ വരണം. ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷവും നമ്മൾ ഒന്നുകൂടെ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലഭ്യമാവും. റോങ് സൈഡിൽ മാത്രമായിരിക്കും ഇതുപോലെ 2 സ്റ്റിച്ച് വരുന്നത്. എന്നാൽ നല്ല ഭാഗത്തേക്ക് ഒരു സ്റ്റിച്ചുമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യണേ.